നമസ്കാരം. വി സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കാണാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ച കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് നിർഭയം അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ്. സതീശനെന്നോ താങ്കളെന്നോ മുഖ്യമന്ത്രിയെന്നോ CM എന്നോ ഒക്കെ വിളിച്ചുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിക്കുന്നത് ഏതു മാധ്യമ സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കില്ല. പല ഓൺലൈൻകാരും യൂട്യൂബർമാരും പോലും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ കടന്നു വന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മലയാളം വാർത്താ ചാനലുകളിൽ ഏറ്റവും അധികം റേറ്റിംഗുള്ള പരിപാടിയായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം മാറുന്നു. വളരെ കൃത്യതയോടെ വ്യക്തതയോടെ പറയാനുള്ള കാര്യങ്ങൾ ആദ്യം പറയും. പണ്ട് ഇങ്ങനെയായിരുന്നില്ല സ്ഥിതി. പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തണമെങ്കിൽ നാട്ടിലെവിടെയെങ്കിലും ദുരന്തമുണ്ടാവണമായിരുന്നു. മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് വാർത്താ സമ്മേളനം നടത്തുന്ന രീതി അച്യുതമേനോന്റെ കാലത്ത് ആരംഭിച്ച് പിണറായി ഒഴികെ സകല മുഖ്യമന്ത്രിമാരും പിന്തുടർന്നതാണ്. എല്ലാവർക്കും ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിക്കാം, എല്ലാവർക്കും ഉത്തരം പറഞ്ഞിട്ടേ മുഖ്യമന്ത്രിമാർ മാറൂ. എന്നാൽ പിണറായി വിജയൻ ഒരു മാധ്യമ പ്രവർത്തകന്റെയും ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത തനിക്കില്ല എന്ന തീരുമാനമെടുത്ത് അത് നൈസായി അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു. പിണറായി വാർത്താ സമ്മേളനം നടത്തണമെങ്കിൽ നിപ്പയോ കോവിഡോ വെള്ളപ്പൊക്കമോ ഉണ്ടാവണം. ജനം ഭീതിയിലിരിക്കുമ്പോൾ രാജാവിനെ പോലെ രക്ഷകനെ പോലെ വേഷം കെട്ടി പിണറായി വിജയൻ എത്തും. കാലേക്കൂട്ടി രജിസ്റ്റർ ചെയ്ത മാധ്യമ പ്രവർത്തകർക്ക് അവിടെ പ്രവേശനമുള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം തീരെ കുറവാണ്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പത്രസമ്മേളനത്തിൽ 55 മിനിറ്റും അറുബോറൻ വിശദീകരണമാണ്. ആ വിശദീകരണം കേട്ട് മാധ്യമപ്രവർത്തകർ ക്ഷമയോടെ കാത്തിരിക്കണം ചോദ്യങ്ങൾ ചോദിക്കാൻ. ചോദ്യം ചോദിക്കാൻ കിട്ടുന്ന 5 മിനിറ്റിൽ മഹാഭൂരിപക്ഷം ചോദ്യങ്ങളും ചോദിക്കുന്നത് പിണറായിയെ സ്തുതിക്കുന്ന ഇടത് മാപ്രകളാണ്. കൈരളിയും ദേശാഭിമാനിയും റിപ്പോർട്ടർ ചാനലും മാത്രമല്ല, മറ്റ് ചാനലുകളിലെ ഇടതു മാപ്രകൾക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കും. ആരെങ്കിലും പിണറായിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ചാൽ ഇരിക്കടാ അവിടെ എന്ന് പറഞ്ഞിരുത്താൻ ആളുണ്ടാവും. അവർ വീട്ടിൽ പോയാലും വിളിച്ച് ഭീഷണിപ്പെടുത്താൻ മാധ്യമ സ്ഥാപനത്തിൻ്റെ മുതിർന്നവരെ കൊണ്ട് ഇനി എത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറയിപ്പിക്കാൻ നെറ്റ്വർക്കുണ്ട്. ഇനി ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ പിണറായി പൊട്ടിത്തെറിക്കും. അങ്ങനെ വാർത്താ സമ്മേളനം പിണറായിയുടെ PR സ്റ്റണ്ട് മാത്രമാക്കി മാറ്റിയ ആ കാലം അസ്തമിച്ചു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അത്തരം നിബന്ധനകളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വി സതീശനോട് എന്ത് ചോദ്യവും ചോദിക്കാം. നിർഭാഗ്യവശാൽ വകതിരിവോടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രവൃത്തി പരിചയമുള്ള മാധ്യമ പ്രവർത്തകർക്ക് അവസരം കിട്ടാറില്ല. മൈക്കം പിടിച്ചുകൊണ്ട് മുമ്പിൽ വന്നിരിക്കുന്നത് കൈരളിയുടെയും ദേശാഭിമാനിയുടെയും റിപ്പോർട്ടറിൻ്റെയും ഒക്കെ റിപ്പോർട്ടർമാരാണ്. അവർ ഒരു ചോദ്യത്തിൽ അവസാനിപ്പിക്കില്ല. അവർ പരസ്പര ധാരണയോടെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. മര്യാദയ്ക്ക് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് അവസരമേ കിട്ടില്ല. ഇവരുടെ ലക്ഷ്യം സതീശനെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിക്കുക, വായിൽ നിന്ന് എന്തെങ്കിലും കോരിയെടുത്ത് വിവാദമുണ്ടാക്കുക എന്നത് മാത്രമാണ്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാണ് പലപ്പോഴും വി സതീശൻ വാർത്താ സമ്മേളനത്തിൽ ഉത്തരം പറയുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ പ്രകോപിപ്പിക്കാനാണ് എന്നറിഞ്ഞിട്ടും താൻ മാധ്യമങ്ങൾക്കെതിരല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുള്ളതുകൊണ്ട് വി സതീശൻ പലപ്പോഴും സംയമനം പാലിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രകോപനം അതിരുകടന്നപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നു തരുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിച്ച് പൊട്ടിത്തെറിച്ചു വി സതീശൻ. അദ്ദേഹം തന്നെ ഈ ദേശാഭിമാനിക്കാരൻ തന്നെ ഞാൻ പറയണ കേക്ക്, ഞാനല്ല പറയണത്. നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ ദേശാഭിമാനി എന്നും കൈരളിയിലും വന്ന് എൻ്റെ പത്രസമ്മേളനം കലക്കണ്ട. നിങ്ങൾ ഇത് തന്നെ പരിപാടിയാണ്. നിങ്ങൾ വന്നിട്ട് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്. ദയവീത് അതുകൂടി ഇല്ലാതാക്കരുത്. നിങ്ങൾ സാമാന്യ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങളിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഇടപെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. ഈ പശ്ചാത്തലത്തെക്കുറിച്ച് നിയാസ് കോട്ടപ്പുറം ഇങ്ങനെ എഴുതുന്നു: ഞാനിങ്ങനെ ഇരുന്നു തരുന്നത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ബഹളം വയ്ക്കുന്നത്, അതുകൂടി ഇല്ലാതാക്കരുത്. മുഖ്യമന്ത്രി വി സതീശൻ ഉള്ളത് പറയാമല്ലോ. ഇന്ന് ഇന്ത്യയിൽ ഇല്ലാത്ത പരിപാടിയാണിത്. ആഴ്ചതോറും ഒരു മുഖ്യമന്ത്രി വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിചാരണയ്ക്ക് നിന്നു കൊടുക്കുന്നത്. 12 വർഷമായി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഒരു തവണ പോലും പത്രസമ്മേളനം നടത്താത്ത രാജ്യമാണ് നമ്മുടേത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലെയും മുഖ്യമന്ത്രിമാർ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും വന്ന് പത്രസമ്മേളനം നടത്താറില്ല. മാസങ്ങളായി പത്രസമ്മേളനം തന്നെ നടത്താത്ത എത്രയോ മുഖ്യമന്ത്രിമാർ നമ്മുടെ രാജ്യത്തുണ്ട്. കേരളത്തിൽ ആവട്ടെ, ഓരോ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളന രീതി അവസാനിപ്പിച്ച് തനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം, തനിക്ക് അജണ്ടയുള്ളപ്പോൾ മാത്രം പത്രസമ്മേളനം നടത്തുന്ന ആളാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ലിഫ് ഹൗസിൽ പോലും മാധ്യമങ്ങളെ വിലക്കി. തനിക്ക് സൗകര്യമുള്ള ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീലം.
ഒന്നോ രണ്ടോ പ്രീ പ്ലാൻഡ് ചോദ്യങ്ങൾക്ക് സുദീർഘമായി മറുപടി പറഞ്ഞ് വളരെ പെട്ടെന്ന് ഇന്നത്തെ സമയം കഴിഞ്ഞു, ഇനി പിന്നെയാവാം എന്ന് പറഞ്ഞ് എണീറ്റ് പോകുന്ന രീതിയായിരുന്നു അന്നത്തേത്. അന്നെല്ലാം മുഖ്യമന്ത്രിയുടെ മാധ്യമ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഇരുന്നിരുന്നത് ഹെഡ് മാസ്റ്ററുടെ മുൻപിൽ കുട്ടികൾ ഇരിക്കുന്ന കണക്കായിരുന്നു. എന്നാൽ ഇന്നോ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ തയ്യാറായി മുഖ്യമന്ത്രി സതീശനിരിക്കുന്നു. തങ്ങൾക്ക് വായിൽ തോന്നുന്ന ചോദ്യങ്ങളെല്ലാം നിലവാരമുള്ളതും ഇല്ലാത്തതും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. ക്ലാസ്സിൽ അലമ്പുണ്ടാക്കുന്ന കച്ചറപ്പിള്ളാരെ പോലെ കുറേ പേർ കലബല ബഹളം വയ്ക്കുന്നു. ഇവർ ഈ സ്വഭാവം കാണിക്കുന്നത് തുടരുകയാണെങ്കിൽ എന്തിന് റിസ്ക് എടുക്കണം? ആവശ്യമുള്ളപ്പോൾ മാത്രം പത്രസമ്മേളനം വിളിക്കുക, ആവശ്യമുള്ള ചോദ്യങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുക, ആവശ്യമില്ലാതെ ബഹളം വയ്ക്കുന്നവരെ അവഗണിക്കുക. ഇത്രയും മതി, ബാക്കിയൊക്കെ ആഡംബരമാണ്. ചില നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഈ സമീപനം പോലും അർഹിക്കുന്നില്ല. ഇത്തരമൊരു പൊതുവികാരം പതിയെ രൂപപ്പെട്ടു വരുന്നുണ്ട്. പക്ഷെ അത് ജനാധിപത്യത്തിന് അപകടമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മാധ്യമപ്രവർത്തകർ എന്ന തൊഴിലാളികൾക്ക് അത് വലിയ നഷ്ടമുണ്ടാക്കും. വി ഡി സതീശൻ പത്രസമ്മേളനം വേണ്ടെന്ന് വെച്ചാൽ ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അതുവഴി നഷ്ടം മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും മാത്രമാണ്. ഓരോ പത്രസമ്മേളനവും ഏത് വാർത്തയേക്കാൾ ജനപ്രീതിയുള്ള ഒരു ഐറ്റമാണ് എന്ന് മറക്കരുത്. അതുകൊണ്ട് അതിരുവിട്ട് നിങ്ങൾ വി ഡി സതീശനെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയാൽ പത്രസമ്മേളനം തന്നെ വേണ്ടെന്ന് വെച്ചാൽ എന്തു ചെയ്യും എന്നോർക്കുക. വി ഡി സതീശൻ എന്ന പച്ച മനുഷ്യനെ ഈ നാട് കാണുന്നത് ഇത്തരം സ്വാഭാവികമായ മറുപടികളിലൂടെയാണ്. ദയവായി മാപ്രകളെ, നിങ്ങൾ ഈ പണി ചെയ്ത് നിങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടരുത്. ഈ സാഹചര്യം കണ്ടുകൊണ്ട് എൻ്റെ ഒരു വാട്സാപ്പ് സുഹൃത്ത് എനിക്ക് ഇങ്ങനെയൊരു സന്ദേശം അയച്ചു. നമ്മുടെ ഈ CM-ന്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ ഇറിറ്റേറ്റിംഗ് ആവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ മാധ്യമപ്രവർത്തകർ കാണിക്കുന്നത് കാണുമ്പോൾ പുള്ളി ബ്രീഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇത് ചെയ്യുന്നത് ഒരു രീതിയിലും അവർ ഒരു കൺട്രോൾ ഇല്ലാതെ എല്ലാവരും കൂടി ഇങ്ങനെ കലവില കൂടി ഇത് ചെയ്ത് കാണിക്കുന്നത് കാണുമ്പം ശരിക്കും ഒരു കൾച്ചർ ഇല്ലാത്ത രീതിയിൽ അത് പോകുന്നത്. ശരിക്കും പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്താ പറയാ ഇത് ഇപ്പം മെയിനായിട്ട് ഈ മീഡിയ TV ചാനൽ ആൾക്കാരാണ് മെയിനായിട്ട് കൂടുതലും കൈരളിയും ദേശാഭിമാനിയും റിപ്പോർട്ടറും അവന്മാരാണ് കൂടുതൽ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിലാണ് ഇത് എടുക്കുള്ളൂ. ഓൺലൈൻ നിങ്ങളെ പോലുള്ളവരും എല്ലാവരും ഇങ്ങനെ ഇത് രീതിയിലാണ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ എടുക്കുകയുള്ളൂ. അവ കഴിയുമെങ്കിൽ ഇപ്പം CM-ന്റെ ഒരു ഓൺലൈൻ ഇത് പുള്ളി വിടുന്നുണ്ടല്ലോ, ലൈവ് വിടുന്നുണ്ടല്ലോ, അതില് എന്തുകൊണ്ട് ഫുൾ ടൈം ഈ CM-നെ തന്നെ ഫേസ് ഫോക്കസ് ചെയ്യാതെ ഇവർ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് കൂടി ക്യാമറ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ജനം അറിയട്ടെ ഇവർ ഈ രീതിയിൽ ഇങ്ങനെ കാണിക്കണെന്നുള്ള കാര്യം. അപ്പോൾ അത് ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ലൈവ് ഇടുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്കാവുമ്പം അവരോട് പറയാൻ പറ്റും. അപ്പം അതൊന്ന് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ കാണിക്കൽ ഇച്ചിരി കുറയും. രണ്ട് ക്യാമറ വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇവർ കിടന്നെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക ക്യാമറ. ഒന്ന് ഇത് അതൊരു അല്പം കൂടി ഒന്നൊരു സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളൊരു വലിയ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ പുള്ളിയോട് തന്നെ പറഞ്ഞതൊന്ന് സിസ്റ്റമാറ്റിക് ആക്കുക. ഞാൻ ജോൺ ലൂക്കോസ് സാറായിട്ട് സംസാരിച്ചു മനോരമയിലെ. പുള്ളി പറഞ്ഞാൽ ശരി പറഞ്ഞാൽ CM ആവശ്യമില്ലാതെ ഇരുന്ന് കൊടുക്കുകയാണ്, ഇവർക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കൊടുക്കണം. അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ഓരോരുത്തരും ഒരു മിനിമം 2 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകണം, അതാണ് വേണ്ടത്. അല്ലാതെ ഇരുന്ന് കൊടുത്ത് ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴാണ് ഇവന്മാര് കൈരളിയും റിപ്പോർട്ടറും ഇവരൊക്കെ ഇരുന്ന് ഇവരുടെ ആവശ്യമില്ലാതെ ഇത് അലങ്കോലാകാണെന്നാണ് പറഞ്ഞത്. പുള്ളിയും പറയാണ്. അപ്പം ഇതൊന്ന് ഷൈൻ സാർ ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പുള്ളിയായിട്ടൊന്ന് സംസാരിച്ച് ഇത് ചെയ്യാൻ പറ്റും. ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കുകയാണെങ്കിൽ വലിയ രസമായിരിക്കും. കാരണം എല്ലാവരും വെയിറ്റ് ചെയ്യണം ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട്, പ്രസ് മീറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും അത് നോക്കിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ അലങ്കോലമായിട്ട് കാണുമ്പോൾ ഒരു സുഖമില്ല. സമാനമായ അഭിപ്രായങ്ങൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിഗണിക്കേണ്ടതാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചിലർ ബോധപൂർവമാണെന്നും അവരുടെ ഉള്ളിലിരിപ്പ് ജനമറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കുകയല്ല, നേരെ മറിച്ച് വി ഡി സതീശനെ പ്രകോപിപ്പിക്കുകയാണ് എന്നും ജനം അറിയട്ടെ. ഇവരുടെ മുഖങ്ങൾ എന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? ചാനൽ ക്യാമറകൾ മുഖ്യമന്ത്രിക്ക് നേരെ മാത്രമേ ക്യാമറ വയ്ക്കൂ. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാധ്യമപ്രവർത്തകരുടെ നേരെയും ക്യാമറ വയ്ക്കാം. അവരുടെ ചോദ്യങ്ങൾ ലൈവായി ലോകം കാണട്ടെ. ആരാണ് ഇത്ര കലിപ്പോടെ ഈ സുന്ദരമായ ജനാധിപത്യ പ്രക്രിയയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ജനങ്ങൾ തത്സമയം അറിയട്ടെ. അതോടെ ഇവർ മര്യാദക്കാരാവും. ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ചോദ്യം ചോദിക്കുന്ന ഓരോരുത്തരുടെയും പേരും അവരുടെ ചാനലിൻ്റെ പേരും അടിയിൽ എഴുതി കാണിക്കട്ടെ. ഇതോടെ ഇവർ ക്യാമറ കണ്ണുകളിൽ തങ്ങൾ പെടില്ല എന്ന സുരക്ഷിത ബോധത്തോടെ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഇവർ
തനിയെ മര്യാദക്കാരായിക്കൊള്ളും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താ സമ്മേളനം നിർത്താൻ ആലോചിക്കുന്നതിന് മുൻപ് ആലോചിക്കേണ്ടത് ഇത്തരമൊരു പ്രതിവിധി തന്നെയാണ്.